സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും വീട്ടിൽ ഭക്ഷണമുണ്ടാക്കുക. അയ്യുൽ അഅ്മാലി അഫ്ളലു യാ റസൂലല്ലാഹ്, ഏറ്റവും പ്രതിഫലാർഹമായ അമൽ ഏതാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മറുപടി പറഞ്ഞത് ഇത്ആമുത് തആം, ഭക്ഷണമുണ്ടാക്കി ഭക്ഷിപ്പിക്കുക എന്നതാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ കൂട്ടത്തിൽ സഹോദരിമാർക്കാണ് ആ ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഭക്ഷണമുണ്ടാക്കുമ്പോൾ ഇത് ഇബാദത്താണെന്ന ബോധം നമുക്കുണ്ടാവണം. പച്ചക്കറി നുറുക്കുമ്പോൾ, മാംസം നുറുക്കുമ്പോൾ, മീൻ മുറിക്കുമ്പോൾ ഇത് ഇബാദത്താണ്. ഭക്ഷണമുണ്ടാക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല, ഭക്ഷണമുണ്ടാക്കി ഭക്ഷിക്കുമ്പോൾ അവരുടെ സന്തോഷം അത് നമ്മുടെ ഇബാദത്താണ്. അതിന് പ്രോത്സാഹിപ്പിക്കും വിധം പുരുഷന്മാരായി നമ്മൾ പെരുമാറുകയും വേണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ മകള് ഒരു കറി ഉണ്ടാക്കി, ഒരു ചാറുണ്ടാക്കി, ആ ചാറിനെ നാം പ്രശംസിക്കേണ്ടതുണ്ട്. ആ ചാറുണ്ടാക്കിയ ആളെ നാം പ്രശംസിക്കേണ്ടതുണ്ട്. അവർക്കത് പ്രചോദനമാണ്. എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉപ്പ് കുറവോ മുളക് കൂടുകയോ എന്തെങ്കിലും ഉണ്ടായാൽ ആ മൈനസ് പോയിന്റ് മാത്രം എടുത്തുകൊണ്ട് കുറ്റപ്പെടുത്തി അവരെ നിരുത്സാഹപ്പെടുത്തരുത്. നാം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ഭക്ഷണ രീതിയിൽ പോലും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. സാധാരണഗതിയിൽ നോമ്പല്ലാത്ത കാലഘട്ടങ്ങളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കൽ എപ്പോഴാ ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം. ചില വീടുകളിലൊക്കെ ഭക്ഷണം കഴിച്ച് കഴുകുന്ന അവിടെയാണ് ഈ കാരണം ഫ്രൂട്ട്സ് വെച്ചത് തന്നെ. അങ്ങനെയല്ല. ഇബ്ദഉ ബിൽ ഫവാകിഹി മുഹമ്മദ് റസൂലുള്ളാഹ്, ഫ്രൂട്ട്സ് കൊണ്ട് നിങ്ങൾ തുടങ്ങണേ മുഹമ്മദ് മുസ്തഫ. ഫ്രൂട്ട്സ് കൊണ്ട് തുടക്കം കുറിക്കൽ സുന്നത്താണ്. ഫ്രൂട്ട്സ് കൊണ്ടാണ് തുടക്കം കുറിക്കേണ്ടത്. റമദാനിൽ മിക്കപ്പോഴും ഫ്രൂട്ട്സ് കൊണ്ട് തുടങ്ങും. റമദാൻ അല്ലാത്ത കാലഘട്ടത്തിൽ ഭക്ഷണം കഴിച്ച അവസാന സമയത്ത് ആ ഫ്രൂട്ട്സ് വരലെന്നെ. അതിന്റെ സ്വഭാവത്തിൽ മാറ്റം വരണം. മഹാനായ റസൂലുള്ളാഹി പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: ചായയും കടിയും കൊടുന്നെച്ചാല് ആദ്യം കുടിക്കേണ്ടത് ഏതാ? ചായ കുടിക്കണോ കടിയെന്നാണോ? അഭിപ്രായം പറഞ്ഞോളൂ, ചിലപ്പോൾ ശരിയാവും. എനിക്കാണ് കടി ഇഷ്ടമാണ്, മറ്റാൾക്ക് ചായ ഇഷ്ടമാണ്. ഓരോരുത്തർ ഇഷ്ടമുള്ളതാണ് തോന്നലല്ലേ. അങ്ങനെയല്ല. ഞാൻ മുമ്പ് നമ്മളെ സൈദാലി ഉസ്താദ്, അള്ളാഹു മൗഫിറത്തും റഹമത്തും പ്രദാനം ചെയ്യട്ടെ, വെന്നിയു പറമ്പിൽ ദർസെടുത്തുന്ന സമയത്ത് ഞാൻ ചെറിയ മൂല്യരുട്ടിയാണ്. അന്ന് ഉസ്താദിനെ കാണാൻ പോയി. വൈകുന്നേരം നെയ്യപ്പും ചായയും കൊടുന്ന് വെച്ച്. സ്വാഭാവികമായിട്ട് നമ്മളെ കൈ പോലെ വേഗം ചായം വെക്കാം. കാരണം റൂട്ടൊന്ന് ക്ലിയറാക്കാൻ വെള്ളമുള്ള നല്ലത്. എന്നാൽ പിന്നെ അടുത്ത ക്ലിയറായ റൂട്ടിൽ എന്ത് ചെയ്യുക, അടുത്ത നെയ്യപ്പത്തെന്ന് വിചാരിച്ച് ആദ്യം പോയത് കയ്യോടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു കുലു വഷ്റബു എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു ഫബ്ദഉ ബിമാ ബദ അല്ലാഹ്, അല്ലാഹ് തുടങ്ങിയത് കൊണ്ട് തുടങ്ങണം. അള്ളാഹു കുലു തിന്നുവീൻ എന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ തിന്നുക കുടിക്കുക. ഞാൻ തട്ടുകടിയിലൊക്കെ ചിലപ്പോൾ യാത്രയിലൊക്കെ കയറിയാൽ ഞാൻ ചോദിക്കും എൻ്റെ പേരെന്താ? ഒരു മുസ്ലിമിൻ്റെ പേര് പറഞ്ഞാൽ എനിക്കും ലാഭമുള്ളൊരു സംഗതി പറഞ്ഞു തരാറ്. എന്താണ്? സാധാരണ വന്നിട്ട് ഒരു ചായ അട്ടിക്കാന്ന് പറയും അല്ലേ? അപ്പോൾ ജിബേൻ ചായമ്മക്ക് വേണ്ടത് ചോദിക്കുക എന്താ കടി വേണ്ടത്? എനിക്കൊരു നെയ്യപ്പഴത്തം. അപ്പോൾ അയാൾ നെയ്യപ്പം തന്നതിന് അടിയിൽ ഇജ് പോയി ചായ ഉണ്ടാക്കുക. ഇജ് ചായ ഉണ്ടാക്കി വരുമ്പോഴത്തേന് ഇയാളെ ഈ നെയ്യപ്പം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ചായക്ക് വേറെ എന്ത് വേണോ? കടി വേണം. അപ്പം എനിക്ക് 2 കടി ചിലവാകും. അത് എൻ്റെ ലാഭം. ഇയാൾക്കുള്ള ലാഭം എന്താണ്? തിന്നൽ കൊണ്ട് തുടങ്ങി. അപ്പം ഇയാൾക്ക് സുന്നത്തിൻ്റെ ലാഭം കിട്ടി, എനിക്ക് കച്ചവടത്തിൻ്റെ ലാഭം കിട്ടി. ഞാൻ അങ്ങനെ ചെയ്യണം കേട്ടോ എന്ന് പറയും. അപ്പോൾ ഓരോന്നിനും ഓരോ തെർത്തീബുണ്ട്. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഏത് ആദ്യം തിന്നണം, ഏത് അവസാനം തിന്നണം, ഇതിനൊക്കെ തെർത്തീബാത്തുകളുണ്ട്. ഏതാവട്ടെ. അപ്പം ചുരുക്കത്തിൽ ചായയും കടിയും കൊടുന്ന് വെച്ചപ്പോൾ സൈദാലി ഉസ്താദ് കൈയോടെ പിടിച്ചിട്ട് പറഞ്ഞു കുലു വഷ്റബു ഫബ്ദഉ ബിമാ ബദ അല്ലാഹ്, അല്ലാഹ് തുടങ്ങിയത് കൊണ്ട് തുടങ്ങണം. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും, ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളിലും. ഇതേ സൈദാലി ഉസ്താദ് തന്നെ ഒരിക്കൽ ദർസ് വ്യാഴാഴ്ച നിർത്തി വീട്ടിൽ ചെന്നപ്പോൾ അന്ന് വീട്ടുകാരും അവിടെ ഉണ്ടായില്ല. കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞു ഞങ്ങൾ ഈ ആഴ്ച ഉണ്ടാവില്ല, ഞങ്ങൾ ചോറും കൂട്ടാനൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, ഞങ്ങൾ പിറ്റേന്നേ വരുള്ളൂ, നിങ്ങൾ വന്ന് കണ്ടത് എടുത്ത് വെച്ച് ഇറങ്ങിക്കൊണ്ട് കിടന്നുകൊണ്ടിതാണ്. വന്ന് പറഞ്ഞ മാതിരി തന്നെ ആഴ്ച വന്നപ്പോൾ ഭക്ഷണമൊക്കെ റെഡിയാണ്, പക്ഷെ വീട്ടിലാരുമില്ല. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ ശേഷം സൈദാലി ഉസ്താദ് പനങ്ങാട്ടൂർക്ക് നടന്നു. ഏകദേശം ഒരു 3 കിലോമീറ്റർ എന്തായാലും ഉണ്ട്. ആ പനങ്ങാട്ടൂർക്ക് നടന്നിട്ട് അവിടുന്ന് ഒരു ശിഷ്യനെയും കൂട്ടിയിട്ട് തിരിച്ചിങ്ങോട്ടും നടന്നു.
അപ്പം ഈ ശിഷ്യൻ വിചാരിച്ചാലോ വീട്ടിൽ എന്നെ കൊണ്ടുപോകണത് എന്തെങ്കിലും ഒരു ഹിദ്മ ചെയ്യാനായിരിക്കും എന്ന് കരുതി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഹിദ്മൊന്നുമില്ല, വേഗം കെടുക്കാനുള്ള ഉറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ശിഷ്യൻ ചോദിച്ചു, അല്ല ഉസ്താദേ, നിങ്ങൾ പിന്നെ പിടിച്ചു കൊടുക്കുന്നത് എന്തിനാ? ഒറ്റയ്ക്ക് കെടുക്കാനുള്ള പേടി ഉണ്ടല്ലേ? ഇത്ര വലിയ പേടി ഞങ്ങൾക്ക് എന്ന് ചോദിച്ചു. ഒറ്റയ്ക്ക് കിടക്കാനുള്ള പേടിയുണ്ടല്ല, ഒരു വീട്ടിൽ ഒരാൾ ഒറ്റയ്ക്ക് കിടന്നുറങ്ങൽ കറാഹത്താണ്. എൻ്റെ ഓർമ്മയിൽ അറിഞ്ഞുകൊണ്ട് ഒരു കറാഹത്ത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു കറാഹത്ത് ഇതുവരെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല. അപ്പൊ ആ കറാഹത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് 3 കിലോമീറ്റർ അങ്ങോട്ടും 3 കിലോമീറ്റർ ഇങ്ങോട്ടും നടന്ന് മഹാനായ ഷെയ്ഖുന സൈദാലി ഉസ്താദ് അത്തരത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങളിലുള്ള കറാഹത്തുകളും സുന്നത്തുകളും ഹറാമുകളും വാജിബാത്തുകളും കണ്ടുപിടിച്ച് അതനുസരിച്ച് ജീവിതം നയിച്ചവരാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ഇൽമ് പഠിക്കണം, ദീന് എന്താണെന്ന് പഠിക്കണം. ഒരു വിഷയത്തിൽ മാത്രമല്ല, ഭക്ഷണം കഴിക്കുമ്പോൾ ദീനുണ്ട്, കിടന്നുറങ്ങുമ്പോൾ ദീനുണ്ട്, ബാത്റൂമിൽ പോകുമ്പോൾ ദീനുണ്ട്, മറ്റു ഇബാദത്തുകളിലൊക്കെ ദീനുണ്ട്, ഓരോ ഹറക്കാത്ത് സക്കനാത്തുകളിൽ ദീനുണ്ട്. അതെന്താണെന്ന് നമ്മൾ അറിയണം, നമ്മൾ പഠിക്കണം. എന്നിട്ട് ജീവിതത്തിൽ ഓരോന്ന് മാറ്റങ്ങൾ വരുത്തണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ സഹോദരിമാർക്ക് പഴയകാലം പോലെയല്ല. ഇന്ന് അവർക്ക് പഠിക്കാൻ വിചാരിച്ചാൽ അവരവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഇരുന്നു കൊണ്ട് പഠിക്കാൻ ധാരാളം സംവിധാനങ്ങളുണ്ട്. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദീനിയായ കാര്യങ്ങൾ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രവർത്തനങ്ങളിൽ അല്പാൽപമായി മാറ്റങ്ങൾ വരുത്തുകയും പേരക്കുട്ടികളോടൊന്നിച്ച് മക്കളോടൊന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണ സംബന്ധമായ ഒരുപാട് സുന്നത്തുകൾ ണ്ട്. ആ സുന്നത്തുകൾ അവരെ ബോധ്യപ്പെടുത്തുകയും ആ കുട്ടികളെ അതിനെ പരിശീലിപ്പിക്കുകയും വേണം. ചില കുട്ടികൾക്ക് ഒരു ഉരുള ചോറ് കഴിച്ചാൽ 1 ഗ്ലാസ് വെള്ളം കുടിക്കേണ്ടി വരും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്ന ശീലമുള്ള കുട്ടികളുണ്ടാവും. ഇടയ്ക്ക് വെള്ളം കുടിക്കൽ കറാഹത്താണ്. ഒന്നിരിക്കൽ കുറച്ച് നേരത്തെ കുടിക്കുക, ഭക്ഷണം കഴിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയും കുടിക്കാം എന്നല്ലാതെ അതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെയോ വെള്ളം കുടിക്കാൻ പാടില്ല. അങ്ങനെ ഓരോ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങളിൽ സുന്നത്തുകളും കറാഹത്തുകളും മനസ്സിലാക്കണം. പരിശുദ്ധമായ റമദാനിൽ നമ്മൾ ചെയ്യുന്ന ഒരു നന്മ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട്. മുമ്പ് ഞാനും കുണ്ടൂർ ഉസ്താദെല്ലാം കൂടി ഒരു സ്ഥലത്തേക്ക് നോമ്പ് ഇറക്കാൻ പോയി. അപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു, ഉസ്താദെ, നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് വേണ്ട നിൽക്കിച്ചാളല്ലേ, നിസ്കാരമാണ് കഴിച്ചാൽ പിന്നെ നമുക്ക് ആശ്വാസത്തിൽ ഭക്ഷണം കഴിക്കല്ലോ. അപ്പോൾ ഉസ്താദ് ചോദിച്ചു, ഇതിപ്പോൾ നിക്കരിപ്പിച്ചാൽ വിളിച്ചതാ നോൽമ്പറക്കാൻ വിളിച്ചതാന്ന് ചോദിച്ചു. ഞാൻ നോൽമ്പറക്കാൻ വിളിച്ചാൽ എന്നുവെച്ചാൽ എൻ്റെ പണിയെടുത്തോ, ഞങ്ങൾ നിക്കരിച്ചാതിരിക്കുക, ഞങ്ങളാട്ടും പോലെ കഴിക്കോളാം. കാരണം ചില ആളുകൾക്ക് ഈ പ്രമേഹം പ്രഷറൊക്കെ ആയിട്ട് ഇങ്ങനെ വായിച്ച് നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ ക്ഷണിക്കപ്പെട്ട ആളുകളിൽ അവർക്ക് പിന്നെ ഈ മധുരമുള്ള ഫ്രൂട്ട്സും ഈ സർവത്തും എല്ലാം കൊടുക്കൽ അവരെ പ്രമേഹം ഒന്നും കൂടി കൂടാൻ കാരണമാവും. നമ്മൾ എല്ലാവരെയും കൂടി ക്ഷണിച്ചിട്ട് നിസ്കാരത്തിന് പ്രത്യേക മജ്‌ലിസൊക്കെ ഉണ്ടാക്കിയ നല്ല മട്ടത്തിലാണ് ഈ കാരണം. ഭക്ഷണത്തിന് ആഗ്രഹിക്കുന്നവൻ നിസ്കരിക്കൽ കറാഹത്താണ്. അങ്ങനല്ലേ മസല? നമ്മൾ കുറച്ച് ജ്യൂസ് കുടിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ, അടുത്തത് പൊറാട്ടയാണോ പത്തിരിയാണോ അതാ പൂളയാണോ ഏതാണോ, ഈ ഒരു ചിന്തയിലായിരിക്കും അല്ലാഹു അക്ബർ. അങ്ങനെ ഭക്ഷണത്തിന് ആഗ്രഹിക്കുന്നവൻ നിസ്കരിക്കൽ കറാഹത്താണ്. നാളെ ഞാൻ സുലൈമാൻ ഉസ്താദിൻ്റെ അവിടെ നോമ്പ് വെക്കാൻ പോയി. മാഷാ അല്ലാഹ്, ഭക്ഷണവും ഫ്രൂട്ട്സും ഒക്കെ ഒരേ സമയത്ത് തന്നെ വേഗം തിന്നിട്ട് നിങ്ങൾ പോയിക്കോളി, നിക്കരിച്ചൊക്കെ നിങ്ങൾ മട്ടം പോലെ ആയിക്കോളി, ഒക്കെ ഒന്നായിട്ടാണ് കൊടുത്താൽ. ഇതെങ്ങനല്ല, ഇത് 2 നേരത്തെ ഭക്ഷണമാണ്. ഒരു അത്യാവശ്യം നമ്മൾ ഭക്ഷണം കഴിക്കൽ പിന്നെയാണെന്ന് കണ്ടാൽ ഈ തീറ്റനെ കരിയും പൊരി എല്ലാം കൂടിയിട്ട് അത്യാവശ്യം നമ്മൾ എന്ത് ചെയ്യും, പള്ളറക്കും. പിന്നെ 2-3 റക്അത്ത് നിസ്കരിച്ച് ഒന്ന് എക്സസൈസ് എടുത്ത് വന്നതിന് ശേഷം ബിൽറ്റൊക്കെ ഒന്ന് കഴിച്ചു കൊടുത്ത് നല്ല മട്ടത്തിൽ ഹലാക്കിൻ്റെ വാർപ്പിട്ട മാതിരി എന്ത് ചെയ്യും. പിന്നെ അവൻ്റെ നടു വളഞ്ഞിട്ടുണ്ട് തറാവിയന്. ഭക്ഷണവും തന്നെ റമദാൻ മാസത്തിൽ പരമാവധി നമ്മൾ ചുരുക്കണം. ഭക്ഷണം ചുരുക്കിയിട്ട് നമ്മുടെ ശരീരവും മനസ്സും ഒന്ന് ശുദ്ധീകരിക്കപ്പെടാനാണ് ആ കർമ്മം തന്നെ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. ഇത് ഒരു സമയത്താണ് ബന്ധാക്കിയിട്ട് അടുത്ത സമയം വരെ കുറച്ച് കഴിയാതെ ബാക്കി പിന്നെ ഈ പറഞ്ഞമാതിരി 2 ട്രിപ്പ് നോമ്പ് തുറന്ന ഉടനെ പിന്നെ തറാവീഹ് കഴിഞ്ഞിട്ട് ചീരാക്കഞ്ഞി മറ്റേ കഞ്ഞി ഈ കഞ്ഞി എന്നിട്ട് അത് അതിൻ്റെ പുറമെ തത്താഴം വേറെ, ഇങ്ങനെയൊക്കെ ആയിട്ട് ഭക്ഷണം കൊണ്ട് സമൃദ്ധിയേറുകയാണ്. ചുരുക്കത്തിൽ പരിശുദ്ധ റമദാൻ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ശുദ്ധീകരിക്കപ്പെട്ട രൂപത്തിൽ തഖ്വക്ക് കാരണമാകുന്ന രൂപത്തിൽ പരമാവധി പരിശുദ്ധ റമദാനിനെ അതർഹിക്കും വിധം കൊണ്ടു നടക്കാൻ നല്ല നിയ്യത്തോടുകൂടെ പരിശുദ്ധ റമദാനിനെ ഉപയോഗപ്പെടുത്തുക. അർഹമുർ റഹീമായ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.